നമസ്കാരം. എറാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലത്തെ രാത്രി യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ പ്രമുഖർക്ക് പണി കിട്ടിയ രാത്രിയാണ്. സിറ്റിക്ക് പണി കൊടുത്തു ബോഡോ ഗ്ലിംറ്റ്. ചെറിയ രൂപത്തിലല്ല, വലിയ രൂപത്തിൽ തന്നെ 3-1 പൊട്ടിച്ചു വിട്ടു. അയാക്സ് ഈ സീസണിൽ UCL വല്ലാതെ തപ്പിത്തടയുകയായിരുന്നു. അവർ ഇതാ 2-1 വിയ്യാറയലിനെ തോൽപ്പിച്ചു. ടോട്ടനാമിൻ്റെ പ്രീമിയർ ലീഗിലെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ. അവർ പോയി ഡോട്ട്മുണ്ടിനെ 2-0 തോൽപ്പിച്ചു. ലെവർക്യൂസനെ ഒളിമ്പിയാക്കോസ് 2-0 തോൽപ്പിച്ചു. ഇതൊന്നുമല്ല കഥ. PSG നിലവിലെ ചാമ്പ്യന്മാരെ സ്പോർട്ടിങ് 2-1 പൊട്ടിച്ചങ്ങ് വിട്ടു. കോപ്പൻഹേഗൻ ഇറ്റാലിയൻ വമ്പന്മാരായ നാപ്പോളിയെ 1-1 സമനിലയിൽ പിടിച്ചു. ഇതൊക്കെ നടന്നതാ. അപ്പോഴാണ് ബാഴ്സലോണയ്ക്ക് വലിയ രൂപത്തിൽ ആശ്വാസകരമായിട്ട് കാര്യങ്ങൾ മാറുന്നത്. സിറ്റിയുടെയും PSG വീഴ്ച ബാഴ്സയ്ക്ക് വലിയ രൂപത്തിൽ ആശ്വാസകരമായി മാറുന്നു. ബാഴ്സ ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ 15ാം സ്ഥാനത്താണ്. 6 കളി 10 പോയിൻറ്റ്. ഇന്നത്തെ കളി സ്ലാവിയ പ്രാഹക്കെതിരെ അവർ ജയിച്ചാൽ അവർക്ക് 13 പോയിൻ്റ് ആവും. അതായത് 5ാം സ്ഥാനത്തുള്ള PSG 13 പോയിൻ്റാണ്, 6ാം സ്ഥാനത്തുള്ള സ്പോർട്ടിങ്ങിന് 13 പോയിൻ്റാണ്, 7ാമതുള്ള സിറ്റിക്ക് 13 പോയിൻ്റാണ്. അപ്പോൾ അവർക്കൊപ്പം പോയിൻറ്റിൽ എത്താൻ പറ്റും ബാഴ്സയ്ക്ക് എന്ന് മാത്രമല്ല. ഇപ്പോൾ ഗോൾ ഡിഫറൻസ് ആണ് പിന്നീട് നോക്കുക. ബാഴ്സയ്ക്ക് ഇപ്പോൾ +3 ഗോൾ ഡിഫറൻസ് എങ്കിൽ നിലവിൽ PSG +10 ഗോൾ ഡിഫറൻസും സ്പോർട്ടിങ്ങിന് +5 ഗോൾ ഡിഫറൻസും സിറ്റിക്ക് +4 ഗോൾ ഡിഫറൻസുമാണ്. ഇന്നത്തെ കളി ബാഴ്സ ജയിച്ചാലോ, മാത്രമല്ല സ്ലാവിയ പ്രാഹക്കെതിരെ വലിയൊരു മാർജിനിൽ വിജയിച്ചാലോ ബാഴ്സയ്ക്ക് തീർച്ചയായിട്ടും ടോപ്പ് 8 സ്നീക്ക് ചെയ്യാനുള്ള അതിസുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. അതാ പറഞ്ഞാൽ ഇന്നത്തെ ഇവരുടെ വീഴ്ച ബാഴ്സയ്ക്ക് അനുകൂലമായിട്ട് മാറിയിരിക്കുന്നു എന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബാൽഡെ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ബാൽഡെ പറഞ്ഞു, യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ഗോൾ ഡിഫറൻസ് ഞങ്ങൾ അതിനെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല, പക്ഷേ കളിയുടെ ദിവസം, അതായത് ഇന്ന് ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾക്ക് ഒരുപാട് ഗോളുകൾ അടിച്ച് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ ദെൻ ഓൾ ദി ബെറ്റർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അതെല്ലാവർക്കും അറിയാം. UCL അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ, ലീഗ് ഘട്ടത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ഗോൾ ഡിഫറൻസ് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കുകയും ടോപ്പ് 8 തീരുമാനിക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് ഒരു ഗോൾ വർഷത്തിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അവർക്ക് വിജയിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം അവർക്ക് ടോപ്പ് 8 എന്നുള്ള ആ ഒരു ഗണത്തിലേക്ക് വരാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾക്കറിയാവുന്ന പോലെ ടോപ്പ് 8 എത്തിയെങ്കിൽ മാത്രമാണ് ഡയറക്റ്റായിട്ട് UCL ക്വാർട്ടർ ഫൈനലിലേക്ക്, പ്രീ ക്വാർട്ടറിലേക്ക്, റൗണ്ട് ഓഫ് 16 യോഗ്യത നേടാൻ പറ്റുകയുള്ളൂ. പിന്നെ രാത്രി ഇന്ത്യൻ സമയം 1:30 പ്രേഗിൽ സ്ലാവിയ പ്രാഹക്കെതിരെ ബാഴ്സ കളിക്കുകയാണ്. ഇന്നലത്തെ സിറ്റിയുടെയും അതുപോലെ PSG കാലിടറൽ ബാഴ്സയ്ക്ക് വലിയ രൂപത്തിലുള്ള ആശ്വാസമാണ് സമ്മാനിച്ചിരിക്കുന്നത്. PSG ഗോൾ ഡിഫറൻസ് മറികടക്കാൻ പറ്റിയില്ലെങ്കിലും സിറ്റിയുടെ ഗോൾ ഡിഫറൻസ് മറികടക്കാൻ ബാഴ്സയ്ക്ക് ആവുന്നതേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്ഷൻ എത്താം.